أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي إنا لله وإنا إليه راجعون ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر لها وارحمها مرحوما نفيس نور الله مرقدها واعف عنها وعافها وأكرم نزلها ووسع مدخلها وعثلها بالماء والثلج والبرد ونقها من خطايا كما نقيت الثوب الأبيض من الدنس وأبدلها دارا خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وأدخلها الجنة وأعذها من عذاب القبر أو من عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وأدخلنا دار السلام. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ നിന്നാണ് ഈ മജ്ലിസ് നടക്കുന്നത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഇങ്ങനൊരു മജ്ലിസ് കേൾക്കാതെ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതവർക്കൊന്ന് എത്തിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കും കൂടി ഈ ദുആ കിട്ടും. ഒരുപാട് വിഷമങ്ങളുള്ളവർ നമ്മുടെ ചുറ്റിനുമുണ്ട്, നമ്മളെ കുടുംബത്തിലുണ്ട്. കുടുംബത്തിൽ അയച്ചാൽ മതി. എല്ലാവർക്കും വിളിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവർ ഈ മജ്ലിസിൽ പങ്കെടുത്താൽ ഒരു യാസീൻ ഓതിയാൽ ഒരു 100 ദിക്ർ ചൊല്ലി പരിശുദ്ധ ഹറമിൽ വെച്ച് മക്കയിൽ വെച്ചുള്ള ദുആയിൽ പങ്കെടുത്താൽ അവർ എത്ര ദിക്ർ ചൊല്ലുന്നോ ഖുർആൻ ഓതുന്നോ അത് കാരണം ആ ഓതിയതിൻ്റെ പ്രതിഫലം ആരാണോ ഷെയർ ചെയ്തത് അവർക്ക് കിട്ടുന്നു. മാത്രവുമല്ല അവർക്കിങ്ങനൊരു നല്ല സൽക്കർമ്മം ചെയ്യാനും കഴിഞ്ഞു, അതിൻ്റെ പ്രതിഫലം ആ ഖബറാളിക്ക് കിട്ടുന്നു. അതിനു പുറമെ അവർക്കൊരുപാട് വിഷമങ്ങളുണ്ട്, അവരുടെ വിഷമങ്ങളും പരിഹാരപ്പെടുന്നു. അപ്പോൾ എല്ലാവരും ഇത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇത് മജ്ലിസ് തുടങ്ങിയിട്ടില്ല, കേൾക്കുന്ന നിങ്ങൾ തിരക്കുണ്ടോ കേൾക്കാതിരിക്കുക. ഈ ലിങ്ക് സൂക്ഷിച്ചു വെക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ഉള്ളത് അപ്പോൾ കേട്ടാൽ മതി. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നമുക്കൊരു ലിങ്ക് ലഭിച്ചാൽ അപ്പം തന്നെ കേൾക്കണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം റാഹത്തോടുകൂടി ആരോടും സംസാരിക്കാതെ ഏകാന്തമായിരുന്നു കൊണ്ട് മനസ്സ് മുഴുവനും അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. ഖിബലയിൽ തിരിഞ്ഞിരുന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരുന്ന് കേൾക്കുക. അതുപോലെ നല്ല നിസ്കാര കുപ്പായത്തിലും അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അതിൻ്റേതായ അദബിലിരുന്ന് കേൾക്കുക. നമുക്കും കൂടി വേണ്ടതാണ് എന്ന നിയത്തിൽ ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് സൂറത്തുൽ യാസീൻ ഓതി നമുക്ക് ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട മർഹൂമ നഫീസ ഉമ്മയുടെ 16ാമത്തെ ആണ്ടിൻ്റെ സംഗമമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ആരൊക്കെയോ എന്തൊക്കെയോ നന്മകൾ ആ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അള്ളാഹുവിനറിയാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് മജ്ലിസിലേക്ക് പ്രവേശിക്കാം. ഇലാ ഹളറത്തി നബിയിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم
تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نحصيناه في إمام مبين واضرب لكم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وأن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون
هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أحد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يصرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العظيم. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തുൽ മുക്കറമയിൽ നിന്നാണ് ഇങ്ങനെ ഒരു മജ്ലിസ് നടക്കുന്നതും ദുആ നടക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഉംറ നിർവഹിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ആ ഉംറയുടെ സവാബിനെ ആ പൊന്നുമ്മയ്ക്ക് ഹദിയ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു മജ്ലിസ് വളരെ മനോഹരമാണ്. അൽഹംദുലില്ലാ, ഏറെ കടമയുള്ള ഒരു മഹത്തായ കുടുംബമാണ്. ഒരുപാട് സന്തോഷം ലഭിച്ച ഖൈറിൻ്റെ കുടുംബമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും സന്തോഷമുള്ള റാഹത്തുള്ള ഒരു ബന്ധമാക്കി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ ദുആ കേട്ടുകൊണ്ട് ആമീൻ പറയുന്നവർ ഒരുപാട് ഉമ്മമാരുണ്ടാകും, ഒരുപാട് ഉപ്പമാരുണ്ടാകും. അല്ലാഹുവേ, മഖ്ബൂലും മർദിയുമായ കാമിലും മുക്കമ്മിലുമായ വളരെ റാഹത്തുള്ള ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് ആഗതമാവുകയാണ്. മനസ്സിനെ റാഹത്തുള്ള റമളാനാക്കി വരവേൽക്കാൻ, റാഹത്തോടുകൂടി നോമ്പ് നോൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ തവാഫ് ചെയ്തു. അല്ലാഹുവേ, ഞങ്ങൾ സഫാ മർവയിലൂടെ കടന്നുപോയി. അല്ലാഹുവേ, എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ, എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഹബീബായ മുത്തലും മുത്തായ സയ്യിദുൽ വജൂദ് ആരംഭപ്പുവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നു, അത് കൃത്യമായി എഴുതി വെക്കുന്നു. അത് ഞങ്ങൾ വളരെ ആദരവോടുകൂടി അർഹതപ്പെട്ടവരുടെ കരങ്ങളിലൂടെ വളരെ ബഹുമാനത്തോടുകൂടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം സന്തോഷിക്കുകയാണ്. നിസാരമായി കാണേണ്ട കാര്യം അതിനെ ഗൗരവത്തോടു കൂടി എടുത്ത് അതിനെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ ഹബീബായ മുത്തുനബി തങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഞങ്ങൾ എപ്പോഴും ഓർക്കാറുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തലും മുത്തായ സയ്യിദുൽ വജൂദ് ആരംഭപ്പുവായ മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞ അതിമനോഹരമായ വാക്ക് ഈ ലോകം മുഴുവനും പടയ്ക്കാൻ കാരണം ഹബീബായ മുത്തുനബിയെ അങ്ങാണെന്ന് മുത്തുനബി തങ്ങളെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ഹറക്കാത്ത സക്കനാത്തും നമ്മളുടെ ഉണർവിലും ഉറക്കിലും നമ്മളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഹബീബായ മുത്തുനബി തങ്ങൾ വേണം. അള്ളാഹുവെ, ഞങ്ങളുടെ ഈമാൻ വളരെ കുറവാണ്. ഞങ്ങളുടെ ഓരോ ഹറക്കാത്ത സക്കനാത്തും ഹബീബായ മുത്തുനബി ഏത് സന്തോഷ നിമിഷത്തിലും മുത്തുനബിയെ അനുസ്മരിച്ചു കൊണ്ടുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ ഈ മുന്നോട്ടുള്ള നീക്കങ്ങളെല്ലാം ഹബീബായ മുത്തുനബി തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ്. സ്വലാത്ത് ചൊല്ലുന്നു, കഴിഞ്ഞില്ല. അതെത്ര ചൊല്ലിയെന്ന് ഉറപ്പുവരുത്തുന്നു, കഴിഞ്ഞില്ല. അത് കൃത്യമായി എഴുതി വെക്കുന്നു, കഴിഞ്ഞില്ല. ഓരോ മാസവും കഴിയും തോറും ഞാൻ ഏതെങ്കിലും ദിവസം വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുന്നു, അതും കഴിഞ്ഞിട്ടില്ല. വിട്ടുപോയ ദിവസം സ്വലാത്തുകൾ ഖലാ വീട്ടി മുത്തുനബി തങ്ങളോടുള്ള യഥാർത്ഥ മഹബ്ബത്ത് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. അല്ലാഹുവേ, സ്വലാത്ത് ചൊല്ലുന്നവർക്കും ചൊല്ലിയത് എഴുതി വെക്കുന്നവർക്കും ഖലാ വീട്ടുന്നവർക്കും കഴിഞ്ഞതിന് മാസത്തേക്കാൾ കൂടുതൽ ഈ മാസം ചൊല്ലുന്നവർക്കും ഒക്കെ അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഈ മഹത്തായ കൂട്ടായ്മയിലൂടെ എത്രയെത്ര സ്വലാത്തുകളാണ് ഓരോരുത്തരും ചൊല്ലുന്നത്, എത്രയെത്ര ദിക്റുകളാണ് ചൊല്ലിവെക്കുന്നത്. യാസീനാണ് ഓതുന്നത്, കോടിക്കണക്കിന് ദിക്റുകളും ലക്ഷക്കണക്കിന് ഫാത്തിഹയും യാസീനും കോടിക്കണക്കിന് ദിക്റുകളും അല്ലാഹുവേ ആയിരക്കണക്കിന് ഖത്മുൽ ഖുർആനുമൊക്കെയാണ് അല്ലാഹുവേ ഓതുന്നത്. ആർക്ക് വേണ്ടി? ഈ കൂട്ടായ്മയിൽ ജീവിച്ചിരിക്കുന്ന അഹ്ലുകാർക്ക് വേണ്ടി, ഈ കൂട്ടായ്മയിൽ ജീവിച്ചിരിക്കുന്ന മെമ്പർമാരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭർത്താക്കന്മാരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി. അല്ലാഹുവേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉമ്മത്തീങ്ങളാകുന്ന നമ്മുടെ നേതാവ് റഹ്മാനും റഹീമുമായ അല്ലാഹ്. ഇതൊക്കെ ഞങ്ങൾക്ക് മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് കൂടാൻ കാരണമാക്കണം റഹ്മാനെ. ഒരുമിച്ച് ചെയ്യുമ്പോൾ, കൂട്ടത്തോടെ ചെയ്യുമ്പോൾ മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ്. മുത്തുനബി തങ്ങളത് പ്രചോദനം നൽകിയതാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും കൂട്ടത്തോടെ ഏതൊരു കാര്യം ചെയ്താലും അത് വളരെ മനോഹരമാണ്. അത് വലിയ നല്ല കാര്യമാണ്. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. അല്ലാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബിൻ്റെ ബറക്കത്തുകൊണ്ട്, വരാനിരിക്കുന്ന ഷഅബാൻ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, റമളാൻ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മർഹൂമ നഫീസ ഉമ്മ നവ്വറല്ലാഹു മർഖദ നമ്മിൽ നിന്നും വിട പറഞ്ഞിട്ട് 16 വർഷം തികയുകയാണ്. റജബ് 29 16 വർഷം തികയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയ്ക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നോ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ ഓതുന്നവരുണ്ട്, ഖത്മുൽ ഖുർആൻ ഓതിയവരുണ്ട്, യാസീൻ ഓതിയവരുണ്ട്, ഫാത്തിഹ ഓതിയവരുണ്ട്, ദിക്ർ ചൊല്ലിയവരുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിയവരുണ്ട്. ഇതെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഹറമിൽ വെച്ച്, പരിശുദ്ധ കഅബയുടെ മുമ്പിൽ വെച്ചും, അതുപോലെ ഉമ്മന ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് വെച്ചും ഞാൻ 2-3 തവണ ഞാൻ ഓതിയിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ ഒരിക്കലും അതിൻ്റെ പ്രതിഫലം എത്രത്തോളമുണ്ട് എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, ഒന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിന് എത്രമാത്രം ഇഷ്ടമാണെന്ന് നമുക്ക് അളക്കാൻ കഴിയില്ല. അത് അറിയുമായിരുന്നെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. എത്രത്തോളം ഒരു കൊച്ചു കുഞ്ഞ്, ഇഴഞ്ഞു നടക്കുന്നൊരു കുഞ്ഞിനോട് നമ്മളുടെ ആംഗ്യം കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ ശബ്ദങ്ങൾ കൊണ്ട് അവർ ചിരിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ആ സന്തോഷവും ആ ചിരിയും അവരുടെ കളികളും കാണാൻ വേണ്ടി നമ്മൾ ആകാംക്ഷയായിട്ട് വീണ്ടും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. എന്തിനാണ്? ആ കുട്ടിയുടെ സന്തോഷം കാണാൻ വേണ്ടി. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും
എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിക്കുകയും അത് മലക്കുകളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. ഒരു ചെറിയൊരു ഉദാഹരണം, നമ്മൾക്കൊക്കെ ഇങ്ങനെയുള്ള ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അല്ലാഹുവേ നീ അത്രമാത്രം ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ. ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. നമുക്ക് കൈ ഉയർത്താൻ സമയമില്ല, നമുക്ക് അള്ളാഹുവിനോട് കരയാൻ സമയമില്ല, നമുക്ക് വിഷമങ്ങൾ റബ്ബിനോട് പറയാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പ്രതികരണം കിട്ടാത്തത് കൊണ്ടാണോ? പക്ഷേ ഇതൊക്കെ ഒരു സർപ്രൈസാണ്. ഇവിടെയും ഉദാഹരണമുണ്ട്. നമ്മൾ നമ്മുടെ മക്കൾക്ക്, ചെറുമക്കൾക്ക്, മരുമക്കൾക്ക് സർപ്രൈസ് കൊടുക്കാറില്ലേ? ഗൾഫിലുള്ള ഭർത്താവ് ഭാര്യേനെ അറിയിക്കാതെ എന്ത് ചെയ്യും, നാട്ടിൽ വന്ന് ഡോറ് വന്ന് കൊട്ടുമ്പോഴാണ് അതൊരു സർപ്രൈസാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സർപ്രൈസ് നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ കൂട്ടുകാരോട് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയും നമ്മളോട് സർപ്രൈസ് കാണിക്കുകയാണ്. അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ സംസാരം നമുക്ക് നേരിട്ട് കേൾക്കാൻ കഴിയില്ല, നമുക്ക് ഒന്നും, നമ്മളൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് റിപ്ലൈ കിട്ടുമോ? അതെല്ലാം നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള യാത്രയിൽ ആ ലിഖാഹ് കണ്ട് സന്തോഷിക്കുന്ന ഒരു സർപ്രൈസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരാകണം, ഈമാനിലേക്ക് പ്രവേശിക്കണം. നമ്മൾ പറയുന്നതെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, നമ്മൾ പറയുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കുന്നില്ല. ചോദിക്കൂ, ഞാൻ തരാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കണം, ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം. നമ്മൾ ആരോടാണ് പറയുന്നത് കൂടുതലും വിഷമങ്ങൾ? നമുക്ക് വേണ്ടപ്പെട്ടവരോടാണ്. എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനമായി വരണം അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹിന് ഇഷ്ടം ഏതാണ്? മുത്തുനബി തങ്ങളെ സ്നേഹിക്കൽ. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നല്ലൊരു സംഗമത്തിൽ നല്ലൊരു കാര്യങ്ങൾ കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അള്ളാഹു ആ ഉമ്മയുടെ ഖബറിടം വിശാലമാക്കട്ടെ. അള്ളാഹു ആ ഉമ്മയുടെ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയ്ക്ക് വേണ്ടി ഖുർആൻ ഓതിയവർ എൻ്റെ മജ്ലിസ് കേൾക്കുന്നുണ്ട്, ആമീൻ പറയുന്നുണ്ട്. അള്ളാഹുവേ, ആ ഉമ്മമാർ, ആ സഹോദരിമാർ, പേരമക്കൾ, ചെറുമക്കൾ, മരുമക്കൾ ആരൊക്കെയാണോ ഈ മജ്ലിസ് കേൾക്കുന്നത്, അവരുടെ മനസ്സിലുണ്ടാവും, ഞാൻ ഇത്ര യാസീൻ ഓതിയിട്ടുണ്ടല്ലോ, അതും ഞാൻ ഉൾപ്പെടുത്തുന്നു. ഞാൻ ഇത്ര ഫാത്തിഹ ഓതിയിട്ടുണ്ട്, ഞാൻ അതും ഉൾപ്പെടുത്തുന്നു. ഞാൻ ഇത്ര ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, അതും ഞാൻ ഉൾപ്പെടുത്തുന്നു. അതിനു പുറമെ ഞാൻ ഓതിയ ഖത്മുൽ ഖുർആനുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഓതിയ ഫാത്തിഹയുണ്ട്, ഞാൻ തവാഫ് ചെയ്യുന്ന സമയത്ത് ചൊല്ലിയ 70,000 ദിക്റുണ്ട്. അതെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ മർഹൂമ നഫീസ ഉമ്മയുടെ ഖബറിലേക്ക് ഞാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ വെച്ച് ഞാൻ ഹദിയ ചെയ്യുകയാണ്. ഞാൻ ചെയ്ത ഉംറയുടെ സവാബും അല്ലാഹുവേ ആ ഉമ്മയ്ക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ആ ഉമ്മയ്ക്ക് വേണ്ടി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഹറമിൽ വെച്ച് ചെയ്തോ അതെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ബന്ധങ്ങൾ നോക്കിയോ സ്ഥാനങ്ങൾ നോക്കിയോ ഒന്നുമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അടിമയാണ്, ഉമ്മത്തീങ്ങളിൽപ്പെട്ട ഒരു മെമ്പറാണെന്നുള്ള നീയത്തിൽ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്താലും ഇഷ്ടപ്പെടുന്നത് ആരാണ്? കൂടുതൽ സ്നേഹം കാണിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ റസൂലുമാണ്. നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും മലക്കുകൾ പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട്, നമുക്കൊരുപാട് പ്രതിസന്ധികളുണ്ട്, നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇതിനൊക്കെ പരിഹാരം മലക്കുകളാണ്. മലക്കുകളെ സ്നേഹിച്ചാൽ, മലക്കുകൾക്ക് നമ്മളെ ഇഷ്ടം വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ എന്തു ചോദിച്ചാലും കിട്ടും. അപ്പോൾ മലക്കുകളുടെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. മലക്കുകളുടെ തൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മലക്കുകൾ നടത്തി തരും, അല്ലേ? നമ്മുടെ ഹറക്കാത്ത് സക്കനാത്ത് എല്ലാം മലക്കുകളാണ്. അള്ളാഹു ഏൽപ്പിച്ചത് അവരെയാണ്. അപ്പോൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ മലക്കുകൾക്ക് ഇഷ്ടമാണ്, മുത്തുനബിയെ സന്തോഷിപ്പിച്ചാൽ മലക്കുകൾക്ക് നമ്മളെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളത്തെ സ്വലാത്ത് കൊണ്ടും ദഅവത്ത് കൊണ്ടും ജീവിതം മനോഹരമാക്കിയും, ഭർത്താവിനോടുള്ള കടപ്പാട്, ഭാര്യയോട് കടപ്പാട്, മക്കളോടുള്ള കടപ്പാട്, നമ്മുടെ ശരീരത്തോടുള്ള കടപ്പാട്, ജീവിതം ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സ്കൂൾ ടൈം ടേബിൾ ചെയ്യാറുണ്ട്, കൃത്യമായി എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകുന്നു, കൃത്യമായി ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആരൊക്കെ വേണ്ടിയാണ്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ. നിസ്കാരമായിക്കോട്ടെ, അമലുകളായിക്കോട്ടെ, നമ്മളൊരു ടൈം വെച്ചാൽ ആ ടൈമിന് ചെയ്യുമെന്ന വാശിയുണ്ടോ, തീർച്ചയായിട്ടും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും അള്ളാഹുവിൻ്റെ മുമ്പിൽ VIP ആയിരിക്കും. ഇതൊന്നും ആരും പറഞ്ഞു തരാൻ വരില്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ കാര്യം നമ്മൾ ചെയ്യണം. നമ്മുടെ ഖബറിലേക്ക് ആരും വരില്ല.
ഭർത്താവിൻ്റെ ഖബറിലേക്ക് ഭാര്യ വരില്ല, ഭാര്യയുടെ ഖബറിലേക്ക് ഭർത്താവും വരില്ല. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കഴിഞ്ഞു. അവർ എന്താണോ തീരുമാനം അതാണ് മലക്കുകൾ. അവിടെ ഖബറിലെ അവസ്ഥ കണ്ടുകൊണ്ട് എൻ്റെ ഭാര്യ ഖബറിൽ കിടക്കുകയാണ്, വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താണ് അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹു നമുക്ക് അമാനത്തായി തന്ന സൂക്ഷിപ്പ് സ്വത്തായിട്ട് തന്ന സർവ്വതിനെയും നമ്മൾ ബഹുമാനിക്കുക, ആദരിക്കുക. നമുക്ക് സുഹൃത്തുക്കളെ തന്നു, കൂട്ടുകാരെ തന്നു, അയൽവാസികളെ തന്നു, കുടുംബക്കാരെ തന്നു, ഭർത്താവിനെ തന്നു, ഭാര്യയെ തന്നു, മക്കളെ തന്നു, വല്യുമ്മയെ തന്നു, വല്യുപ്പയെ തന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇതൊന്നും ഇല്ലാത്തവരുമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് തന്നതെല്ലാം അള്ളാഹു അനുഗ്രഹമായിട്ടാണ്. നമ്മളതെന്ന് പറയാനൊന്നുമില്ല. നമുക്കിതൊക്കെ തന്നതുകൊണ്ട് എന്താ, കുറച്ച് സമയം ഉമ്മാനോടൊപ്പം ചിലവഴിക്കും, വാപ്പയോടൊപ്പം ചിലവഴിക്കും, കുറച്ച് കാലം കഴിഞ്ഞാൽ ഭർത്താവിനൊപ്പം ചിലവഴിക്കും, പിന്നെ ഭാര്യയോടൊപ്പം ചിലവഴിക്കും, മക്കളോടൊപ്പം ചിലവഴിക്കും. അതൊക്കെ അള്ളാഹു നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് തന്നത്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. മനോഹരമായ വീട് തന്നവരുണ്ട്, കാറ് തന്നവരുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ല ജീവിതം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, ജോലി തന്നിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എനിക്കിതില്ലല്ലോ അങ്ങനല്ല. തന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമാവട്ടെ റമളാൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. റമളാനൊക്കെ മനോഹരമാക്കണം. ഇത്രയും നല്ല അറിവുകൾ പറഞ്ഞതിൻ്റെ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബർ ജീവിതം പ്രകാശമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഈ ഉമ്മയ്ക്ക് എത്രയെത്ര അനുഗ്രഹങ്ങളാണ്, തൗഫീഖുകളാണ്. ഈ കുടുംബത്തിൽ എത്രയെത്ര ആളുകൾക്കാണ് കണക്കുകളില്ലാത്ത ഖുർആൻ എത്തിയത്, കണക്കുകളില്ലാത്ത ദിക്റുകൾ എത്തിയത്, കണക്കുകളില്ലാത്ത ഖത്മുൽ ഖുർആൻ എത്തിയത്. അൽഹംദുലില്ലാഹ്. ഇതിനെല്ലാം കാരണമായ പ്രിയപ്പെട്ട ആയിഷ ഉമ്മ, അല്ലാഹുവേ, ആ ഉമ്മയ്ക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യപിതാവ് അല്ലാഹുവേ ഡോക്ടർ അബൂബക്കർ, അല്ലാഹുവേ ആഫിയത്തും ആരോഗ്യവും നീ നൽകണം റഹ്മാനെ. ജോലിയിൽ ബറക്കത്ത് നീ നൽകണേ അല്ലാഹ്. പരിശുദ്ധ മക്കയിൽ നിന്നാണല്ലോ ദ്വാരക്കുന്നത്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധ കഅബയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മഖബൂലും മർലിയുമായ ഹജ്ജ് ചെയ്യാൻ അല്ലാഹുവേ ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ, വാപ്പയ്ക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് കടപ്പാടുകളുള്ള കുടുംബമാണ്. അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാഹുവേ, എല്ലാവിധ ഷർറുകളിൽ നിന്നും അസൂയയിൽ നിന്നും അല്ലാഹുവേ അവരെ നീ സംരക്ഷിക്കുകയും ഒരുപാട് ആളുകൾക്ക് രോഗശമനം ലഭിക്കാൻ കാരണമാകുന്ന ഒരു വ്യക്തിത്വമായി മാറണം റഹ്മാനെ, ആക്കണം റഹ്മാനെ. റാഹത്തോടുകൂടി ഈ പരിശുദ്ധ കഅബയിലൊന്ന് വരാൻ അവസരം നൽകണം. സയ്യിദനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അസ്സലാമു അലൈക യാ നബിയല്ലാഹ്. അവർക്ക് ഖൈറിൻ്റെ വഴികൾ നീ തുറന്നു കൊടുക്കണം അല്ലാഹുവേ, ഖൈറിൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഒരുപാട് നീറുന്ന വേദനിക്കുന്ന പ്രയാസങ്ങളുണ്ട് അല്ലാഹു, എല്ലാം നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. മക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം ബർക്കത്തുള്ളവരാക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട റിഷ്ലാമോൾ അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ജോലിയിലും അവരുടെ ജീവിതത്തിലും ഭർത്താവിലും അവരുടെ ബിസിനസ്സിലും എല്ലാം നീ ബർക്കത്ത് നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ എത്ര സ്ഥലത്തുനിന്ന് ദ്വാരുന്നു അതെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട നഫീസ ഉമ്മ അല്ലാഹുവേ, നീ ആ ഉമ്മയുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിക്കണം റഹ്മാനെ, നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ എത്തിക്കണേ അല്ലാഹുവേ, നീ എത്തിക്കണം റഹ്മാനെ. പടച്ചവനേ അല്ലാഹുവേ, ഈ ദിവസത്തിൻ്റെ ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ആ ഉമ്മയുടെ ഖബർ ജീവിതം സന്തോഷമാക്കണേ അല്ലാഹ്. 16 വർഷം പിന്നിടുകയാണ് അല്ലാഹുവേ. ഞങ്ങൾ ഓരോ വർഷവും ആ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതി വെച്ച ഖത്മുൽ ഖുർആനുണ്ട്, 2000-ൽ പരം ഖത്മുൽ ഖുർആനുണ്ട്, കോടിക്കണക്കിന് ദിക്റുകളുണ്ട്, ലക്ഷക്കണക്കിന് ഫാത്തിഹയും യാസീനുമുണ്ട്. അതുപോലെ ഈ വിനീതനോദിയതും ചെയ്ത അമലുകളും, അതിന് പുറമെ ആമീൻ പറയുന്നവർ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതെല്ലാം ആ ഖബറിലെത്തിക്കണേ അല്ലാഹ്. ഒരു പക്ഷേ എൻ്റെ ദുആ കേൾക്കുമ്പോൾ ഇത്രയും മനോഹരമായ ദുആയിൽ എനിക്കൊരു
അവസരം കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. വിട്ടുപോയിട്ടുണ്ടോ നിങ്ങളെല്ലാവരും ഒരു യാസീൻ ആ ഉമ്മയ്ക്ക് വേണ്ടി ഓതണം. ഓതിയതിന് ശേഷം ഇൻഷാ അല്ലാ അതും ഞാൻ മക്കയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. അള്ളാഹുവെ അങ്ങനെ ദുആ ചെയ്ത ഹദിയ ചെയ്തവരുണ്ടോ ആ സൂറത്തു യാസീനും ഫാത്തിഹയും ദിക്റും ഇസ്തിഗ്ഫാറും ഒക്കെ ഏറ്റെടുക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ആ ഉമ്മയുടെ ഖബർ ജീവിതം വളരെ മനോഹരമാക്കണേ അല്ലാ. അള്ളാഹുവേ അവരൊക്കെ വയസ്സായിട്ടായിരിക്കും മരിച്ചതെങ്കിലും അവർ ആത്മാവ് നമ്മളെപ്പോലെ തന്നെയാണ് റഹ്മാനെ. നീ ആ ഖബറിടം നീ സന്തോഷമാക്കണേ അല്ലാ, സന്തോഷമാക്കണേ അല്ലാ. ഇതേ സ്ഥാനത്ത് ഞാനും നിങ്ങളുമൊക്കെ വരുമ്പോൾ ആരാണ് അരക്കാനുള്ളത്, ആരാണ് ഫാത്തിഹ ഓതാനുള്ളത്? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ആഫിയത്തും ആരോഗ്യമൊക്കെ പോയി നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് അല്ലാഹുവേ അന്ന് ആരാണ് നമുക്ക് വെള്ളം തരിക, അന്ന് ആരാണ് നമുക്ക് ഭക്ഷണം തരിക? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു അല്ലേ തരേണ്ടത്, അള്ളാഹു അല്ലേ മനസ്സിൽ തോന്നിപ്പിക്കേണ്ടത്. അല്ലാഹുവേ ഈ ആരോഗ്യമുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നാളെ ഞാൻ കിടക്കുമ്പോൾ നീ എന്നെ സംരക്ഷിക്കുമല്ലോ എന്നൊരു പ്രതീക്ഷ നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. നമ്മൾ കൊടുത്താലേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ, കൊടുക്കാതെ നമ്മൾ തിരിച്ചു കിട്ടില്ല. ഇപ്പം നമുക്ക് ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ വരും. എപ്പോൾ വരേണ്ട സ്വപ്നമാണ്? ആരോഗ്യമുള്ള സമയത്ത് വരേണ്ട സ്വപ്നമാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് ബോധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല തെളിവുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് അതിനൊന്നും അനുവദിക്കുന്നില്ല. പക്ഷേ വാർദ്ധക്യ സമയത്ത് നമ്മുടെ ഹൃദയം തളരുകയാണ്, കുഞ്ഞാവുകയാണ്, ചെറുതാവുകയാണ്. ഞാൻ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞാൽ, സമയം കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഉണ്ടാവണോ? അള്ളാഹു വിചാരിക്കണം. പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കുക, ആ ഉമ്മ എന്തൊക്കെ നന്മ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഉമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പ്രതിഫലം കിട്ടുന്നത്. നമ്മളത് ചിന്തിച്ചു നോക്കുക. നാളൊരു ഘട്ടത്ത് നമുക്കിതുപോലെ ചെയ്യാൻ അള്ളാഹു നമുക്കൊരുപാട് ആളുകളെ തരട്ടെ. ഇതൊന്നും നിസ്സാരമല്ല. ഇപ്പോൾ നമുക്ക് എന്തു പറഞ്ഞാലും മനസ്സിൽ കയറില്ല, അതിനൊന്നും സമയമില്ല, തിരക്കാണ്. പക്ഷേ ഈ തിരക്കുകളെല്ലാം അവസാനിക്കുന്നൊരു കാലം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ ഓർക്കാനും ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനും ഒരുപാട് സുമനസ്സുകളെ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ 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 ആ ഉമ്മയുടെ ഖബർ ജീവിതം ഇനിയും നീ വിശാലമാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി പൊന്നുമോൾ മർഹൂമ തസ്നീം നവ്വറല്ലാഹു മർഖദ, ആ പൊന്നുമോളുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ആ പൊന്നുമോൾക്ക് വേണ്ടിയും ചെയ്ത നന്മകളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അതുപോലെ ഈ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ. എത്ര ഖുർആനാണ് ഈ കുടുംബത്തിലുള്ളവർ ഓരോരുത്തരുടെയും പേരിൽ വെച്ചത്. എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഒരു വട്ടമാണ് നിങ്ങൾ വെച്ചതെങ്കിലും ഞാൻ പലവട്ടം ദുആ ചെയ്തു. അൽഹംദുലില്ലാ. പരിശുദ്ധ ഹറമിൽ വന്നതിന് ശേഷം ഒരുപാട് ഉംറ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ഒരു ഉംറ കഴിഞ്ഞു. ഇനി അടുത്ത ഉംറയിലേക്ക് ഇൻഷാ അല്ലാ ഞാൻ പോകുന്നുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഈ ഖുർആൻ വെച്ചവർക്ക് വേണ്ടി എപ്പോഴും ദുആ ഇറക്കുന്നു. പക്ഷേ അതൊന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ. ആരെങ്കിലും ഒരു ഖുർആൻ മസ്ജിദുൻ നബവിയിലോ പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിലോ വെച്ചാൽ അതിനുവേണ്ടി ഞാൻ കില്ല പിടിച്ചും ഒക്കെ ഞാൻ ദുആ ഇറക്കാറുണ്ട്. ആ സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. അറിയിക്കാനും കഴിയില്ലല്ലോ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇനിയും വെക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ മദീനയിലും വെക്കണം, പരിശുദ്ധ മക്കയിലും വെക്കണം. ചിന്തിച്ചു നോക്കൂ, ഖുർആൻ ഇറക്കപ്പെട്ടത് കൂടുതലും മക്കയിലാണ്, പിന്നെയും മദീനയിലുണ്ട്. അപ്പോൾ മക്കത്തും മദീനയിലും നമ്മൾക്ക് മുത്തിന് അള്ളാഹുമായിട്ട് സംസാരിക്കാനും അള്ളാഹുമായിട്ട് അടുത്ത് ഇടപഴകാനും അത് ഖുർആൻ മാത്രമാണ്, നിസ്കാരം മാത്രമാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഉറവിടമായ ഖുർആനിൻ്റെ ഉറവിടമായ പരിശുദ്ധ മക്കയിൽ ഒരു സമ്മാനമായി ഒരു ഖുർആനെങ്കിലും നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇത് ഉറപ്പായിട്ടും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രവുമല്ല 24 മണിക്കൂറും ഖുർആനോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ മക്ക മദീന, ഇതല്ലാത്ത ഏതെങ്കിലും ഒരു മസ്ജിദിൽ ഇങ്ങനെ ഉണ്ടാവുമോ? അപ്പോൾ നമ്മളൊരു ഖുർആൻ നമ്മൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ പള്ളിയിൽ അങ്ങനെ ഖുർആൻ പാരായണം നടന്നുകൊണ്ടേയിരിക്കും. ആ ഖുർആൻ പാരായണത്തിൻ്റെ സ്വവാബ് ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് ഇങ്ങനെ ശേഖരിക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അഈബത്തോ നമീമത്തോ പരദൂഷണമോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഈ നന്മകൾ കൊണ്ട് എന്ത് ചെയ്യും? പൊറുക്കപ്പെടും.
നമ്മൾ ഒരിക്കലും വിഷമഘട്ടത്തിലെത്താൻ പറ്റില്ല. ഹുസ്നുൽ ഖാത്തിമയല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഖുർആൻ വഖഫ് ചെയ്യുക. അത് ഞാൻ മക്കയിലുള്ളിടത്തോളം കാലം, മദീനയിലുള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് ആരെന്ത് പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ മക്കയിലുള്ളത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അതൊക്കെ ചെയ്തു തരാൻ ഞാൻ റെഡിയാണ്. അള്ളാഹു അതിനുള്ള അവസരങ്ങളൊക്കെ എനിക്ക് ഒരുക്കി തന്നതിൽ അൽഹംദുലില്ലാ ഒരുപാട് ഞാൻ ശുക്ർ ചെയ്യുകയാണ്. പലർക്കും ആഗ്രഹമുണ്ട്, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. ഉംറ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഒരു ഉംറ ചെയ്തു അതിൻ്റെ സവാബ് ആരാണോ പറഞ്ഞത് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം. അൽഹംദുലില്ലാ ഇതൊക്കെ കൊണ്ട് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക, പ്രീതി കിട്ടുക എന്നുള്ളതാണ്. എത്രയോ കാലങ്ങളായി മക്കത്ത് വരാനും മദീനത്ത് വരാനും കൊതിച്ചു നിൽക്കുന്നവരുണ്ട്. എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി, മരിച്ചുപോയ എന്നെ സ്നേഹിച്ച, എന്നെ ഇങ്ങനെയൊക്കെ ആക്കി എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി, എൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ്റെ സ്നേഹം, ഈ വിനീതൻ്റെ സഹായം ഇവിടെ ഉള്ളിടത്തോളം കാലം ഉണ്ടാകും. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. പരിശുദ്ധ മക്കയിലും മദീനയിലുമായി കഴിയാനും ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനും ഒക്കെ തൗഫീഖിന് വേണ്ടി അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധ മക്കയിലും മദീനയിലും ഒക്കെ ചെയ്യുന്ന നന്മകൾ അള്ളാഹുവെ കണക്കാക്കപ്പെടാത്തതാണ്. ഹറമാക്കിയത് വെറുതെ അല്ലല്ലോ. അള്ളാഹു പരിശുദ്ധ മക്കയും മദീനയും എന്ത് ചെയ്തിട്ടുണ്ട്? ഹറമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഖിബല എവിടെയാണ്? മക്കയിലേക്കാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ നമ്മൾ സാധാരണ നാട്ടിലോ മറ്റെവിടെയെങ്കിലും ചെയ്യുന്നതിനേക്കാളും എത്രയോ 10 മടങ്ങ്, നിസ്കാരമായിക്കോട്ടെ 27 ഇരട്ടി പ്രതിഫലം. 27 ഇരട്ടി എന്ന് പറഞ്ഞാൽ വെറും 27 ഇരട്ടിയൊന്നുമല്ല. നമുക്കൊരു നിസ്കാരത്തിൽ കിട്ടുന്ന പ്രതിഫലത്തെക്കാളും 27 ഇരട്ടി പ്രതിഫലം. അതൊക്കെ കണക്ക് നോക്കിയാൽ അതിൻ്റെയൊക്കെ അറിവുകൾ നമുക്ക് ലഭിച്ചാൽ നമുക്ക് അത്ഭുതമാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതം ഖൈറാവട്ടെ, സന്തോഷത്തിലാകട്ടെ. പരിശുദ്ധ റമളാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു നമ്മുടെ സംഗമങ്ങളുമെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഓതിയ യാസീനും നമ്മൾ ഓതിയ ദിക്റുകളുമെല്ലാം ആ ഉമ്മയുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين.